നമസ്കാരം. വീട്ടിലല്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജോലിയുടെ മധ്യേ എൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചു. അത് ചൂടാറുന്നതിന് മുൻപേ നിങ്ങൾക്ക് നൽകുന്നതാണ് ഉചിതം എന്ന് തോന്നിയത് കൊണ്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്ന, ശരീരം കൊണ്ട് അധ്വാനിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ തന്നെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ധൈര്യപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ അധ്വാനവും ആശയവും തമ്മിൽ എപ്പോഴും പൊരുത്തമുണ്ടായിരുന്നു. നാം ചെയ്യുന്ന സേവനം നമ്മുടെ ഉള്ളിൽ വെളിച്ചം ഉണർന്നെഴുന്നേൽക്കുന്ന അവസ്ഥയായി രൂപാന്തരപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വലിയൊരു സന്തോഷം. അതുകൊണ്ടാണ് ശാരീരികമായി അധ്വാനിക്കാൻ എനിക്ക് മടിയില്ല എന്ന് മാത്രമല്ല, അതൊരു സന്തോഷമാണ്, അനുഗ്രഹമാണ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാൻ പല കാര്യങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ ഇടയായത് എൻ്റെ അധ്വാനത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ അല്പം ശാരീരികമായ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ശക്തിയായി പതിച്ചൊരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഞാൻ ഈ വാക്യത്തെ ആസ്പദമാക്കി കുറഞ്ഞത് ഒരു 50 പ്രസംഗങ്ങൾ നടത്തിക്കാണും. പക്ഷേ ആ സമയത്തൊന്നും അല്ല, ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ പതിക്കാത്ത ഒരാശയമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുന്നത്. അതെന്താണെന്ന് ഞാൻ സൂചിപ്പിക്കും. യേശു പറഞ്ഞു, തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ദ ഷേപ്പിംഗ് പേർപ്പസ് ഓഫ് ഹിസ് പബ്ലിക് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിസ്പാകും, വ്യക്തമാകും. അതുകൊണ്ട് നമുക്കത് തന്നെ, ദ ഷേപ്പിംഗ് പേർപ്പസ് ഓഫ് ജീസസ് പബ്ലിക് മിനിസ്ട്രി എന്തായിരുന്നു? എല്ലാവർക്കും സമൃദ്ധമായ ജീവനുണ്ടാകണം. മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ലോട്ടറി അടിക്കുകയല്ല, കാനഡ വിസ കിട്ടുകയല്ല, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ജോലി കിട്ടുകയല്ല, അല്ലെങ്കിൽ വടക്കിൻ്റെയിലൊക്കെ വന്നാൽ ഒരു മകൻ പിറന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്, പിന്നെ ആഘോഷമാണ്. മകൾ പിറന്നെന്ന് പറഞ്ഞാൽ ആകപ്പാടെ മ്ലാനതയായി, അങ്ങനെയുള്ള അനുഭവങ്ങൾ പോട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവൻ പ്രവേശിക്കുന്നു, ആയിത്തീരുന്നു, അതിൽ നിലനിൽക്കുന്നു എന്നതാണ്. എന്നാൽ എന്നെ ഇന്ന് വളരെ ശക്തമായി പിടിച്ചു കുലുക്കിയ ചിന്ത, ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സുപ്രധാനമായ ലക്ഷ്യമാകണമെന്ന് യേശു നിഷ്കർഷിച്ചിരിക്കെ ഈ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി എന്താണ് നമ്മുടെ ഇടയിൽ ഒരു ചിന്തയില്ലാത്തത്? എനിക്ക് സമൃദ്ധമായ ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെയാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ അറിയാമാകുന്നത്? അല്ലെങ്കിൽ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുന്നതിന്, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു മത ഫോർമുല എന്ന നിലയിൽ ഒരുത്തൻ ക്രിസ്തുവിലായി അവൻ സമൃദ്ധ ജീവനായി, അതിനകത്തൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ അവനെപ്പോലെ ആകുക എന്നാണ് അർത്ഥം. അല്ലാതെ ഒരു കൾട്ടിക് ഐഡിയയിൽ ഞാനിപ്പോൾ ഇതുവരെ ക്രിസ്തുവിലല്ലായിരുന്നു, എന്നാ പിടിച്ചു ഞാൻ ക്രിസ്തുവിലായി എന്ന് പറയുന്നത് വെറും ഇത് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. അങ്ങനെ തന്നെ ആളുകൾ ധരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് പരാമർശിക്കേണ്ടി വരുന്നത്. നാണക്കേടാണ്. ഇങ്ങനെ പറയരുത്, ഇങ്ങനെ ചിന്തിക്കരുത്. ഒരു വ്യക്തിയിലാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വത്തിനോട് താതാത്മ്യം പ്രാപിക്കുക എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അങ്ങനെ നാം യേശുവിലായാൽ തീർച്ചയായും നാം സമൃദ്ധമായ ജീവൻ എന്ന യേശുവിൻ്റെ ആത്മീയ ലക്ഷ്യം, നമ്മെപ്പറ്റിയുള്ള യേശുവിൻ്റെ ലക്ഷ്യം നാം പ്രാപിക്കും. അതിന് യാതൊരു സംശയവും എൻ്റെ മനസ്സിലില്ല. പക്ഷേ അങ്ങനെ യേശുവിൻ്റെ വ്യക്തിത്വത്തോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം എന്നാണ് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ഞാൻ യേശുവിനെപ്പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന തിരിച്ചറിവ്, യേശു തൻ്റെ ജീവിതം ഏറ്റവും അർത്ഥവത്തായി
അർത്ഥപൂരിതമായി ജീവിച്ചു എന്നുള്ളതാണ്. യേശു ഒത്തിരിനാൾ ജീവിച്ചില്ല എന്ന് നമുക്കറിയാം. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ താല്പര്യം എത്രയും വലിച്ചു നീട്ടാമോ അത്രയും ജീവിതം വലിച്ചു നീട്ടണം എന്നുള്ളതാണ്. യേശുവിന് അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു നമുക്കറിയാം. 33-ാമത്തെ വയസ്സിൽ ദൗത്യം പൂർത്തിയാക്കി ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു എന്നാണ് നാം എല്ലാവരും വിശ്വസിക്കുന്നത്, ശാരീരികമായി. എന്നിട്ട് പറഞ്ഞാൽ കണ്ടാലും എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ ഈ 3 വർഷം ഈ ലോകത്തിൽ ദൗത്യബോധത്തോടെ ജീവിച്ചത് കൊണ്ട് അതിൽ കൂടെ യാഥാർത്ഥ്യമായി വന്ന അതിൻ്റെ വിഭവമായി അതിൻ്റെ കൊയ്ത്തായി വെളിപ്പെട്ടു വന്ന ഈ ആശയങ്ങൾ, അറിവുകൾ, അതിൻ്റേതായ വെളിച്ചം ചരിത്രം അവസാനിക്കുന്നത് വരെ അവസാനിക്കുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. എല്ലാ തലമുറകൾക്കും ഇത് അനുഗ്രഹമായി നിൽക്കുവാൻ പര്യാപ്തമായ തിരിച്ചറിവുകളാണ്, ദർശനങ്ങളാണ്, ആശയങ്ങളും മൂല്യങ്ങളുമാണ് ഞാൻ ഈ 3 വർഷത്തെ എൻ്റെ ശുശ്രൂഷയിൽ കൂടെ വെളിപ്പെടുത്തി അതിനെ സാധൂകരിച്ച് ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ മുദ്ര വെച്ച് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈ ആശയങ്ങൾ അവസാനിക്കുകയില്ല. അതെല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് യേശു നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടത്തുന്നു എന്നതിനകത്ത് അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ സമ്മതിക്കുന്നത്. പക്ഷേ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് യേശു പരിശുദ്ധാത്മാവിനാൽ കൂടെ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ യേശുവിനെ ധ്യാനിക്കുമ്പോൾ ചരിത്രത്തിൽ ഇത്രമാത്രം അർത്ഥവത്തായി ജീവിച്ച മറ്റൊരു വ്യക്തിത്വമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇതിനോടടുത്ത് വരുന്നത് എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ശ്രീബുദ്ധൻ്റെ വ്യക്തിത്വമാണ്. ഞാൻ ഈ 2 സൂര്യ തേജസ്സുകളെ, സൂര്യ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, എന്നാലും ഞാൻ പറഞ്ഞു പോകാം ഭാഷയുടെ പരിമിതി കൊണ്ട്, യേശുവിനെ ഞാൻ ചിന്തിച്ച് കഴിയുമ്പോൾ ഞാൻ ബുദ്ധ ഭഗവാനെ പറ്റി ചിന്തിക്കും. മനുഷ്യരാശിയുടെ അവസ്ഥയ്ക്ക് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി തന്നെ ഇത്രമാത്രം പ്രതിഷ്ഠിച്ചു വെച്ച യേശുവിന് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധനെ പോലെ മറ്റാരുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഞാനങ്ങനെ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അല്പം ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ജാഠക കഥകളിൽ നിന്നൊരു സംഭവം പറയും. നിങ്ങൾക്കറിയാം, ജാഠക കഥകൾ എന്ന് പറയുന്നത് ബുദ്ധ ഭഗവാന്റെ പല ജന്മങ്ങളെ പരാമർശിക്കുന്ന കഥകളാണ് ജാഠക സ്റ്റോറീസ്. അതിലൊന്ന്, ഒരു പരുന്ത് ഒരു പ്രാവിനെ വേട്ടയാടി പിടിച്ചു. അത് ബുദ്ധൻ്റെ കൺമുൻപിൽ വെച്ച്, അത് ഈ ബുദ്ധൻ്റെ അല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ബുദ്ധൻ. പല ബുദ്ധന്മാരിൽ കൂടെയാണ് അവസാനം ഗൗതമ എന്ന് പറയുന്ന രാജകുമാരൻ ശ്രീബുദ്ധനായി തീർന്ന് എൻലൈറ്റൻമെൻറ്റ് പ്രാപിച്ച് അങ്ങനെയായി അവസാനിച്ചത് എന്നാണല്ലോ വിശ്വാസം. അപ്പോൾ ഈ ബുദ്ധ പരമ്പരയിലുണ്ടായിരുന്ന ഈ ബുദ്ധൻ്റെ മുൻഗാമിയായ മറ്റൊരു ബുദ്ധൻ്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു പരുന്തിത ഒരു പ്രാവിനെ പിടിച്ചു. അപ്പോൾ ഇത് ബുദ്ധൻ്റെ മുമ്പിൽ വെച്ചാണ്. അപ്പോൾ ബുദ്ധൻ അനുകമ്പ പരുന്തിനോട് പറഞ്ഞു, നീ അതിനെ വിട്ടുകള, കൊല്ലരുത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ വിശപ്പ്, നീ അതിനോട് നീതി കാട്ടണമെങ്കിൽ എന്നോട് അനീതി കാട്ടുകയോ? എനിക്ക് വിശക്കുന്നു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സാരമില്ല, നീ അതിനെ വിട്, അതിൻ്റെ തൂക്കത്തിന് തുല്യമായ മാംസം ഞാൻ നിനക്ക് തരാം, എൻ്റെ മാംസം നിനക്ക് തരാം. അപ്പോൾ പരുന്ത് സമ്മതിച്ചു. അപ്പോൾ ഈ തൂക്കം തുല്യമായി തൂക്കിക്കൊടുക്കണ്ടേ? അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ത്രാസ് ഇറങ്ങി വന്നു. ഒരു ത്രാസിൽ ഈ പ്രാവിനെ വെച്ചു, അടുത്ത ത്രാസിൽ ബുദ്ധൻ്റെ കയ്യിൽ നിന്ന് ഒരു വലിയ മാംസക്കഷ്ണം ആകുന്നത്രയും മുറിച്ചതിനകത്ത് ഇട്ടിട്ട് ഭാരം വെയിറ്റൊക്കുന്നില്ല. അത് മാംസം അങ്ങ് മേളിലും, മാംസമിരിക്കുന്ന തൊട്ട് മേളിലും പ്രാവിരിക്കുന്ന തൊട്ട് താഴെയും കിടക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു നിന്നവർ അതിശയിച്ചു. വീണ്ടും മുറിച്ചു, ഇട്ടു, പൊങ്ങുന്നില്ല. വീണ്ടും മുറിച്ചു, കയ്യിലെ മാംസമെല്ലാം തീർന്നു. പിന്നെ കാലിലെ മാംസം മുറിച്ചു, ഇട്ടു, പൊങ്ങുന്നില്ല. 2 കാലിലെ മാംസം ഇട്ടു, പൊങ്ങുന്നില്ല. ശരീരത്തിലെ മാംസം മുഴുവനും മുറിച്ചിട്ടു, പൊങ്ങുന്നില്ല. അവസാനം അല്പം കൂടെ മാംസം ഇരിപ്പുണ്ട്, ശകലം മാത്രം, എല്ലിൽ എവിടെയോ അല്പം മാംസമുണ്ട്.
ആ മാംസം കൂടെ കണ്ണിച്ചിട്ടപ്പോൾ ബുദ്ധൻ്റെ മാംസം ഇരുന്ന ആ തട്ട് താഴുകയും പ്രാവിരുന്ന തട്ട് മുകളിൽ പോവുകയും പ്രാവ് പറന്നു പോവുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ഒരു ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ബുദ്ധൻ എന്ന് പറയുന്ന ആശയം, ആ ദൈവസങ്കല്പം കൊടുക്കാൻ മനസ്സാകുന്ന വിലയെപ്പറ്റിയാണ് ഇവിടെ ഈ കഥ സൂചിപ്പിക്കുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ കഥ വന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നേ. അപ്പോൾ the greatest thing about Jesus Christ in my line of thinking is that he lived significantly. പ്രത്യേകം ഞാൻ എൻ്റെ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാം. എനിക്ക് ഏതാണ്ടൊക്കെ വെളിച്ചം അല്ലെങ്കിൽ ബോധം ഉദിച്ചപ്പോൾ തൊട്ട് അധികം നാളായില്ല, എനിക്ക് ബോധം ഉദിച്ചിട്ട് അധികം നാളൊന്നും ആയില്ല. ആ നിമിഷം മുതൽ ഞാൻ എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉള്ളിൽ മാത്രം, ഞാൻ ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കും. എന്താണെന്നറിയാം? ദൈവമേ, ഇംഗ്ലീഷിൽ ഞാൻ ഇങ്ങനെ പറയും, ഗോഡ് ഗിവ് മീ ദ ഗ്രേസ് ടു ലിവ് സിഗ്നിഫിക്കൻ്റ്ലി. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഗിവ് മീ ദ ഗ്രേസ് ടു ലിവ് സിഗ്നിഫിക്കൻ്റ്ലി. എനിക്ക് വിജയം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് ധനം വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് രോഗശാന്തി വരണമെന്ന് പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനിത് പ്രാർത്ഥിക്കാറുണ്ട്. ഗോഡ് ഗീവ് മീ ദ ഗ്രേസ് ടു ലിവ് സിഗ്നിഫിക്കൻ്റ്ലി. ദൈവമേ, അർത്ഥവത്തായി ഊർജ്ജസ്വലതയോടുകൂടെ നിറഞ്ഞ് തുളുമ്പുന്ന ജീവിതം നയിക്കാൻ എനിക്ക് സഹായിക്കണമേ, ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അതാണ് യേശു വിഭാവന ചെയ്തത്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം വാക്യം. എൻ്റെ അർത്ഥം ഇതാണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. അപ്പോൾ അത് ഇന്ന് വേറൊരു വിധത്തിൽ ഒരു പ്രത്യേകതയോടുകൂടെ ഞാനിപ്പോൾ വീടിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പതിച്ചു. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് 1-2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ സത്യസന്ധമായിട്ടൊന്ന് പരിശോധിക്കണം. നമ്മളിൽ എത്ര പേർ ഇങ്ങനെ ഊർജ്ജസ്വലതയുള്ള അർത്ഥപൂർണിതമായ ജീവിതം, ലിവിങ് സിഗ്നിഫിക്കൻ്റ്ലി നയിക്കുന്നുണ്ട്? ഒരു കാര്യം വ്യക്തമാണ്, നാം ആശ്രയബോധത്തോടുകൂടെ ജീവിച്ചാൽ, അതായത് മനുഷ്യ കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ജീവിച്ചാൽ ഒരിക്കലും ഈ ഒരവസ്ഥയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകുകയില്ല. നമ്മൾ ഇത്തിളുകളെ പോലെ, ഇപ്പം മാവിലും പ്ലാവിലും ഒക്കെ ഉള്ള ഇത്തിളില്ലേ, അത് അവിടെ ഇരുന്ന് അതിനാവശ്യമായ പോഷണവും അതിൽ നിന്ന് വലിച്ചെടുത്തു, അതല്ലാതെ ഒരു ജോലി ചെയ്യത്തില്ല. അപ്പോൾ അത് സിഗ്നിഫിക്കൻ്റായിട്ട് ജീവിക്കുന്നില്ല എന്ന് നമുക്കറിയാം. മനുഷ്യന് മാത്രമേ സിഗ്നിഫിക്കൻ്റായിട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. ഒരു പക്ഷിക്കോ ഒരു മൃഗത്തിനോ അതിൻ്റേതായ കാര്യങ്ങൾ അന്വേഷിച്ച് പോവുക എന്നല്ലാതെ ഈ സിഗ്നിഫിക്കൻ്റായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഗുണഫലങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവും ധന്യമായി തീരുന്നു. അതാണ് ലിവിങ് സിഗ്നിഫിക്കൻ്റ്ലി എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് മനസ്സിലാക്കണം. നിങ്ങളാരാണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹവും നന്മയുമായി പല കാര്യങ്ങൾ ബഹിർഗമിക്കത്തക്ക വ്യക്തിത്വമുള്ളവരാകണം നിങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾ ദൈവമക്കളാകുന്നത്. അവരുടെ മുഖമുദ്രയാണ് സമൃദ്ധമായ ജീവൻ അവർ അനുഭവിക്കുന്നത്. ഒന്നും ചെയ്യാതെ ഇത്ര എങ്ങനെ മാവിലിരുന്നുകൊണ്ട് അതിൻ്റെ കാര്യം കാണുന്നു, ആശ്രയബോധത്തോടെ, അച്ചടക്കത്തോടെ, വളരെ സൗമ്യതയോടെ എന്നും പറയുന്ന പോലെ അങ്ങനെ കഴിയുന്ന ആളെങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? ഒരു വിശ്വാസിക്ക് സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാൻ യേശു വിഭാവന ചെയ്ത ഒരു അവകാശവും ആവശ്യവുമുണ്ട്. അതിനുതകുന്ന വിധത്തിൽ സഭാജീവിതം ക്രമീകരിക്കണമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തെ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഏതെങ്കിലും ഒരെണ്ണം. അവിടെ പോയി ചേരാനാണേ സത്യമാണ്. ഞാൻ നാളെ അവിടെ പോയി ചേരും. ഒരു സഭയുടെ കാര്യം പറയാം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സഭാ നേതാവിനെ നിങ്ങൾക്ക് പറയാം. അതിന് എന്ത് ചെയ്യണമെന്ന് 1 മിനിറ്റ് അബദ്ധത്തിൽ ചിന്തിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾക്ക് പറയാം. സാധ്യമല്ല.
കാരണം ആ ഒരു ദർശനത്തിലല്ല ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സഭ, ഓരോ സഭയും അതിനുവേണ്ടി മാത്രം നിൽക്കുന്നു. അതിനുള്ള ഉതകുന്ന കരുക്കളായി സഭ വിശ്വാസികളെ കൂട്ടം കൂട്ടമായി ആലയത്തിൽ അടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു എന്നല്ലാതെ വിശ്വാസിക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണം എന്ന ക്രിസ്തുവിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി സഭാജീവിതത്തെയും ശുശ്രൂഷകളെയും ദൗത്യങ്ങളെയും രൂപീകരിക്കുന്ന ഒരു സമീപനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ദയവായി അറിയിക്കുക. ഞാൻ അവിടെ ക്യൂ നിന്ന് അതിൻ്റെ അംഗത്വം പാലിക്കാൻ കഴിയുന്നത് ശ്രമിക്കും. അതിനുള്ള യോഗ്യതയുണ്ടോ ഇല്ലെന്നറിയില്ല, പക്ഷേ ഞാൻ അവിടെ പോയി ക്യൂ നിൽക്കും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇനി ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നാം ഇപ്പോൾ ഇതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. ആ ലക്ഷ്യം ഏറ്റവും ദീപ്തമായി നാം കാണുന്ന യേശുവിൻ്റെ വ്യക്തിത്വത്തിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സമൃദ്ധമായ ജീവൻ എന്താണ്, അതിലെന്താണ് അടങ്ങിയിരിക്കേണ്ടത്, അതേത് വിധത്തിലായിരിക്കണം, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന് തിരിച്ചറിയാൻ ഏറ്റവും ഉതകുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെ ഒന്ന് പരിഗണിക്കുക മാത്രം, വേറെ ഒന്നും വേണ്ട. നാം യേശുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ടുള്ള വലിയ വ്യത്യാസം എന്താണ്? ഇത് വളരെ പ്രാവർത്തികമായ അടുക്കള രഹസ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഇത് മനസ്സിലാക്കാൻ വയ്യാന്ന് ആർക്കും ഒരു കാലത്തും ഒഴികഴിവ് പറയാൻ വയ്യാത്ത കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ. അങ്ങ് ദൂരെ നിന്ന് കൊണ്ടുവന്ന ദാർശനിക ഫിലോസോഫിക്കൽ ഐഡിയാസ് ഒന്നുമല്ല, അടുത്ത് നമ്മുടെ ശരീരത്തോട്, നമ്മുടെ തൊലിയോട്, ത്വക്കിനോട് തൊട്ടും ഉരുമി നിൽക്കുന്ന ആശയങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ജീവിതശൈലിയും നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ ജീവിതവും വ്യക്തിത്വവുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം പതിക്കുന്നത് എന്തായിരിക്കും? യേശു ജീവിച്ചത് നാം എന്തിനു വേണ്ടി ജീവിക്കുന്നു അതിൽ നിന്ന് തുലവും വ്യത്യാസമാണ്. നമ്മുടെ ജീവിതം എന്താണ്? ദിനചര്യകൾ, നമ്മുടേതായ ആവശ്യങ്ങൾ, അതെപ്രകാരം നിറവേറ്റാം, നമ്മുടെ മോഹങ്ങൾ എങ്ങനെ സഫലീകരിക്കാം, സാക്ഷാത്കരിക്കാം, നമ്മുടെ ഈ അല്പത്തരങ്ങൾ എങ്ങനെ ഊതിവീർപ്പിക്കാം, അതിനെ ആഡംബരമായി, അതിനെ ഒന്ന് നല്ല വസ്ത്രമൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് എങ്ങനെ അവതരിപ്പിക്കാം, വളരെ തുച്ഛമായ വിധത്തിൽ പ്രത്യേകിച്ച് ക്ലേശമൊന്നും ഇല്ലാതെ, ചുമതലയൊന്നും ഏറ്റെടുക്കാതെ, ആരുടെയും ഭാരം എൻ്റെ ശരീരത്തിനടുത്തെങ്ങും വരാതെ, എങ്ങും മുട്ടാതെ, പോറലേർക്കാതെ എനിക്ക് എങ്ങനെയെങ്കിലും തടി തപ്പാം. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും. അതുകൊണ്ടാണ് അറിയുന്ന സത്യങ്ങൾ മുഴുവനും കുഴിച്ചു മൂടി നമ്മെ തുറിച്ചു നോക്കുന്ന ചുമതലകളെ നിരാകരിച്ച്, നല്ല ചെവിടുക്കാരൻ്റെ ഉപമയിൽ ആ പുരോഹിതനും ലേവ്യനും എപ്രകാരം മുഖം തിരിച്ച് നടന്നു, അതുപോലെ മുഖം തിരിച്ച് നടക്കുന്ന പാരമ്പര്യത്തിൻ്റെ അവകാശികളാണ് നാം. അങ്ങനെ തന്നെയാണ് നമ്മുടെ മതജീവിതം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ 3 വാക്കുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 3 വാക്കുകൾ. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയാൻ പോവുകയാണ്, പക്ഷേ വളരെ ലളിതമായതുകൊണ്ട് ആർക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഞാൻ ഈ ആശയം മറ്റൊരു ചിന്തകയിൽ നിന്ന് കടമെടുത്താണ്. ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി മേക്സ് മീ അക്നോളജ് എ സോഴ്സ്. അല്ലാതെ എൻ്റെ ആശയമാണെന്ന് ഞാൻ അവകാശപ്പെട്ടു എന്ന് പറയാം, അല്ല, ഇതെൻ്റെ ആശയമല്ല. പക്ഷേ എൻ്റെ ചിന്ത കുറച്ചുകൂടെ വ്യക്തമാക്കുവാൻ, അത് നിങ്ങൾക്കും കുറച്ചുകൂടെ വ്യക്തമാകാൻ ഇത് സഹായിക്കുമെന്നുകൊണ്ട് ഞാനതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്തുകയാണ്. എന്നെ വളരെയധികം ഇംപ്രസ് ചെയ്തിട്ടുള്ള, സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു ചിന്തകയാണ് ഹന്ന അരൻറ്റ്. HANNAH അരൻറ്റ്, ARENTT. അവർ ഒരു ജർമ്മൻ ജൂവസ് ആയിരുന്നു. ഹിറ്റ്ലറെ പേടിച്ച് പോയി അമേരിക്കയിൽ പോയി താമസിച്ചു. ഷീ ബിക്കെയിം എൻ ഇൻ്റലക്ച്വൽ ജയൻറ്റ്. അവരുടെ അനേക പുസ്തകങ്ങൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. ഞാൻ ഇപ്പോൾ പരാമർശിക്കുന്ന പുസ്തകം ദ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറഞ്ഞ പുസ്തകമാണ്. മറ്റുള്ള പുസ്തകങ്ങൾ നമുക്കറിയാം അനേകമുണ്ട്. ദി ഒറിജിൻ ഓഫ് ടോട്ടാലിറ്റേറിയനിസം, ദ ലൈഫ് ഓഫ് ദ മൈൻഡ്, അങ്ങനെ പല പുസ്തകങ്ങൾ. ഞാൻ ഓൺ റെവല്യൂഷൻ, ഓൺ വയലൻസ്, ദെൻ റിപ്പോർട്ടിംഗ് ഓൺ ദ ട്രയൽ ഓഫ് ഐക്മാൻ, അങ്ങനെ പല പുസ്തകങ്ങൾ. അപ്പോൾ ഈ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ പറയുന്നത് 3 പദങ്ങൾ. 1 ലേബർ, 2 വർക്ക്, 3 ആക്ഷൻ. ലേബർ, വർക്ക്, ആക്ഷൻ. ഇത് നിങ്ങൾ കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനും
വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. നാം ആശയങ്ങൾ എത്ര വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുന്നുവോ അതിൽ നാം പുരോഗമിക്കുന്നുവെങ്കിൽ നാം വളരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഇന്നും ഒരു പുസ്തകം വായിച്ചാൽ ഞാൻ നോട്ട്സ് എഴുതിയേ വായിക്കാറുള്ളൂ. കാരണം അതുകൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. ക്ലേശം സഹിക്കുന്നവർക്ക് മാത്രമേ ബൗദ്ധികമായോ ആധ്യാത്മികമായോ വളരുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന പച്ച പരമാർത്ഥം ഞാനിവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത്. ലേബർ, വർക്ക്, ആക്ഷൻ. ലേബർ എന്താണ്? നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നു, ആഹാരം കഴിക്കുന്നു, ബാക്കിയൊന്നും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ഒരു കൂലി വേലക്കാരൻ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നു. അവൻ ജോലി ചെയ്യുന്നു, സന്ധ്യയാകുമ്പോൾ അതിൻ്റെ ശമ്പളം കൊടുക്കുന്നു, അവൻ പോകുന്നു. അവൻ ചെയ്ത ജോലി അതെന്തിൽ കലാശിച്ചു, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നൊന്നും അവൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ജോലി ചെയ്തു, കൂലി കിട്ടി, വീട്ടിൽ പോയി, ഉപജീവനം കഴിച്ചു. രണ്ടാമത്തെ വർക്കെന്ന് പറയുന്നത്, അതിൻ്റെ ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഒരു കാർപ്പൻ്റർ, ഒരു ആശാരി തടി കൊണ്ട് പണിയുമ്പോൾ ആ പണിയിൽ കൂടെ ആശാരി പോയി കഴിഞ്ഞാലും അവിടെ സ്ഥിതി ചെയ്യുന്ന തടി കൊണ്ടുള്ള മേശയോ കസേരയോ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ the products of work will endure, the products of labor will perish. പക്ഷേ അത് ആവശ്യമാണ്. അതുകൊണ്ട് അതിന് വിലയില്ലെന്ന് അർത്ഥമല്ല, വളരെ പക്ഷേ അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്തു, കാച്ചിലുണ്ടായി, ചേനയുണ്ടായി, കപ്പയുണ്ടായി, അത് 100 വർഷം അത് അങ്ങനെ നിൽക്കത്തില്ല. അതിൻ്റെ സീസൺ കഴിയുമ്പോൾ തീർന്നു, പിന്നെ അടുത്ത സീസണിൽ അത് ചെയ്യും. അതാണ് ലേബർ. അപ്പോൾ അതിനെപ്പറ്റി കാൾ മാർക്സ് വളരെ മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള ലേബർ ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ഇൻ ആൻ ഓർഗാനിക് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചർ എന്നൊക്കെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ വിഭാവനകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. രണ്ടാമതായിട്ട് അപ്പം ലേബർ ആൻഡ് വർക്ക്. മൂന്നാമത് ആക്ഷൻ, അത് ചെയ്യുക, പ്രവൃത്തി. അതിനെപ്പറ്റി അന്നാ അരൻഡ് പറയുന്നതാണ് നിങ്ങൾ ഏറ്റവും വ്യക്തമായി ധരിക്കേണ്ടത്. ടു ആക്ട് ഈസ് ടു ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ബഹിർഗമിക്കുന്ന സ്വഭാവ ഗുണമുള്ള, വീര്യമുള്ള, അർത്ഥമുള്ള പ്രവൃത്തികൾ മാത്രമേ ആക്ഷൻസ് ആകത്തുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് ലേബറായിരിക്കും, അല്ലെങ്കിൽ വർക്കായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ദ ഹയസ്റ്റ് വൊക്കേഷൻ ഓഫ് മാൻ ഈസ് ടു ആക്ട്, നോട്ട് ഓൺലി ടു ലേബർ വിച്ച് വി മസ്റ്റ്, വർക്ക് വിച്ച് വി മസ്റ്റ്. പക്ഷെ അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. എവറി ഹ്യൂമൻ ബീയിങ് ഹാസ് എ ഫണ്ടമെൻ്റൽ നീഡ് ടു ആക്ട്, വിച്ച് മീൻസ് ടു ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി. ആ തലത്തിൽ വരുന്നവരെ മാത്രമേ മനുഷ്യ സമൂഹം, ഹ്യൂമൻ സ്പീഷീസ് ഓർത്തിരിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ മറന്നു കളയും, തഴഞ്ഞു കളയും. പക്ഷേ ആ തലത്തിൽ പ്രവർത്തിക്കുന്നവർ വളരെ അപൂർവമാണ്, തികച്ചും അപൂർവമാണ്. സോ അക്കോർഡിംഗ് ടു അന്നാ അരൻഡ്, അവരൊരു സുവിശേഷ പ്രസംഗകയല്ല, പുരോഹിതയല്ല, ബിഷപ്പല്ല, നമുക്കറിയാം. അവരൊരു ഇൻ്റലക്ച്വൽ സ്കോളറാണ്, ഒരു ഫിലോസഫറാണ്, പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അവർ പറയുന്നത് ദ ഹയസ്റ്റ് വൊക്കേഷൻ ഓഫ് മാൻ ഈസ് ടു ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി. അത് ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് വിലമതിക്കുന്ന ഒരു അറിവാണ്. അത് ഏറ്റവും മഹനീയമായി ഞാൻ കണ്ടത് അന്നാ അരൻഡിലല്ല, അന്നാ അരൻഡിൻ്റെ ഗുരുവായിരുന്ന കാൾ യാസ്പേഴ്സിലല്ല, അന്നത്തെ മറ്റൊരു ഇൻ്റലക്ച്വൽ ജയൻ്റായിരുന്ന മാർട്ടിൻ ഹൈഡഗറിലല്ല, മാർട്ടിൻ ഹൈഡഗറിൻ്റെ ശിഷ്യയായിരുന്ന സിമോൺ ദെ ബൊവാറിലല്ല. അവരൊരു വലിയ ഫെമിനിസ്റ്റ് തിങ്കറായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പേര് കൂടെ ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ കൃതികളാണ് സെക്കൻഡ് സെക്സ്, പിന്നെ ദ മോറൽ ആംബിഗ്വിറ്റി ഓഫ് മാൻ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ, വളരെ ശ്രദ്ധേയമായ പുസ്തകം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി.
അതേറ്റവും പാരമ്യത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ വ്യക്തിത്വമാണ്. 3 വർഷം കൊണ്ട് ഒരു യുവാവ് മനുഷ്യരാശിയുടെ സ്വഭാവം തിരുത്തി എഴുതി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സിഗ്നിഫിക്കൻ്റായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം നാം തിരിച്ചറിയേണ്ടത്. അവൻ ജീവൻ്റെ വെളിച്ചമാണ്. സമൃദ്ധമായ ജീവൻ്റെ ഏറ്റവും പരമമായ അവസ്ഥയാണ് യുവർ ലൈഫ് ബിക്കമിങ് ലൈറ്റ്. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ ജീവൻ്റെ വെളിച്ചമെന്ന് പറയുന്നത്. അതൊക്കെ എത്രയോ മനോഹരമായ സങ്കല്പങ്ങളാണ്. ഇതിൻ്റെ മനോഹാരിത നമുക്കൊന്ന് ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയണം. ടു അബ്സോർബ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പാർട്ട് ഓഫ് അവർ ബീയിങ്. അപ്പോൾ അങ്ങനെ ജീവിക്കണമെന്നാണ് യേശു നമുക്ക് മാതൃകയാണ് നൽകിയത്. ടു ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി. ആ യേശുവിനോട് താതാത്മ്യം പ്രാപിക്കണമെന്നാണ് ഈ പറയുന്നത്. ക്രിസ്ത്യാനി ആരാണ്? യേശുവിൻ്റെ വ്യക്തിത്വത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്നാണ് സങ്കല്പം, എന്നാണ് തിയറി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ ജീവിതം അസാധാരണമായിരിക്കും. അത് സമൃദ്ധമായ ജീവൻ്റെ ഉദാഹരണമായിരിക്കും, യാതൊരു സംശയമില്ല. അതിന് പകരം നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാര്യം സിഗ്നിഫിക്കൻ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിത്വം പ്രാപിക്കണമെന്ന് നമുക്ക് അറിവ് പോലും ബോധം പോലുമില്ല. അങ്ങനെ ബോധവൽക്കരണം നടന്നിട്ടില്ല, നടക്കാൻ സാധ്യതയുമില്ല. മറ്റുള്ളവരുടെ സൗകര്യത്തിനും സന്ധിപ്പിനും ഉപകരിക്കുന്നവരും ഉപകരണങ്ങളാണ് നാം തന്നെ സമ്മതിച്ചാൽ പിന്നെ യേശു നിഷ്കർഷിക്കുന്ന വിഭാവന ചെയ്യുന്ന സമൃദ്ധമായ ജീവൻ്റെ ഉടമകളെ നാം എങ്ങനെ വളരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ സഭാ ജീവിതത്തിൽ പോലും സിഗ്നിഫിക്കൻ്റായി, അർത്ഥവത്തായി, അർത്ഥഗാംഭീര്യത്തോടെ ഒരു ദിവസം, ഒരു നിമിഷം നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അവിടെ സമൂഹത്തിൽ. അപ്പോൾ അല്പത്തരത്തിൻ്റെ കീളീരംഗമായി മനുഷ്യൻ്റെ സഭാ ജീവിതത്തെയും മത അനുഭവങ്ങളെയും വിഭാവന ചെയ്യുക. നാം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നത് അവിടെയുള്ള പുല്ലിൻ്റെ വിലയില്ലാത്ത പോലെ ആണെങ്കിൽ എത്ര സങ്കടമാണ്. ഒരു ജലപ്പരപ്പിൽ പൊന്തി വരുന്ന കുമിള അത് പൊട്ടിപ്പോകുന്നു. അതുപോലെയാണ് കാലത്തിൻ്റെ പരപ്പിൽ പൊന്തി വരികയും പൊട്ടിപ്പോവുകയും ചെയ്യുന്ന കുമിളകളാണ് നാമെങ്കിൽ നാം എങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്നുവെന്ന് പറയുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സത്യം പറയാൻ കൊള്ളരുതാത്താണെന്നാലും ഞാൻ പറയാൻ പോവുകയാണ്. ഓരോ സാഹചര്യത്തിലും നിലവിലിരിക്കുന്ന ആ സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടെടുക്കുക എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറുമാണ്. ഇതിനെ ആളുകൾ മനസ്സിലാക്കുന്നത് എനിക്ക് മാനസികമായതോ തകരാറുണ്ട് അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവുകയാണ് ഈ സൂചിപ്പിക്കുന്നത്. അവന് വഴക്കാളിയാണ്, വഴക്കിട്ടില്ല, അവന് ഉറങ്ങാനൊക്കത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിൽ അല്പം പോലും എനിക്ക് അത്ഭുതമില്ല, പരാതിയുമില്ല. പക്ഷേ അതിലൊരല്പം തെറ്റിദ്ധാരണയൊന്നും ഉണ്ട് എന്ന് പറയാനുള്ള കടമ എനിക്കുണ്ട്. എന്നെ ന്യായീകരിക്കാനല്ല, എന്നെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. പക്ഷേ ഞാനിങ്ങനെ നിലപാടെടുക്കുന്നത് സത്യത്തെ ആസ്പദമാക്കിയും യേശുവിൻ്റെ പഠിപ്പീരുടെ വെളിച്ചത്തിലുമാണ് എങ്കിൽ അങ്ങനെ നിലപാടെടുക്കുന്നത് കൊണ്ട് എനിക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് ജീവിക്കാൻ ഒക്കുന്നു എന്ന എൻ്റെ സാക്ഷ്യമാണ്, എൻ്റെ അവകാശമാണ്, അല്ല എൻ്റെ അഹങ്കാരമാണ്. അത് അഹങ്കാരമാണെങ്കിൽ അഹങ്കാരമാണ്. ആ അഹങ്കാരം കൈയൊടിയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചിരിക്കുകയാണോ, ശവമാണോ, ജീവനാണോ എന്നറിയാതെ ഇങ്ങനെ ടി.എസ്. എലിയറ്റിൻ്റെ ഒരു കവിതയിൽ ഒരു സ്ത്രീ ലേഡി ടൈപ്പിസ്റ്റ്, അവർ ദിവസം മുഴുവനും ഓഫീസിലൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഭർത്താവിനോടൊന്ന് സംസാരിക്കണം. ഭർത്താവ് നമ്മളെപ്പോലെ നിർജീവ അവസ്ഥയിലാണ്. അപ്പോൾ ഒരു സംഭാഷണം ആരംഭിച്ചിട്ട് മുമ്പോട്ട് പോകണ്ടേ? അപ്പോൾ സൈ കേട്ടവൾ ചോദിക്കുന്നുണ്ട്, ആർ യു എലൈവ് ഓർ ഡെഡ്? ആർ യു എലൈവ് ഓർ ഡെഡ്? നീ ജീവിച്ചോ മരിച്ചോ പറ, അതെങ്കിലും ഒന്ന് പറ. അങ്ങനെയാണ് ജീവിക്കുക. മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ടി.എസ്. എലിയറ്റ് ആ കാവ്യത്തിൻ്റെ പേരാണ് ദ വേസ്റ്റ് ലാൻഡ്. ദ വേസ്റ്റ് ലാൻഡ് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിക്കുക. ദ വേസ്റ്റ് ലാൻഡ്. ആർ യു എലൈവ് ഓർ ഡെഡ്? അതിന് മറുപടിയില്ല.
അപ്പോൾ അവരങ്ങ് ഡെസ്പറേറ്റായിട്ട് അവർ പറയുന്നത്, ഐ ഷാൽ വാക്ക് ദ സ്ട്രീറ്റ്സ് വിത്ത് മൈ ഹെയർ ഡൗൺ സോ, ഞാൻ എൻ്റെ തലമുടി വലിച്ചു കീറി ഞാൻ ഈ തെരുവീഥിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ പോവുകയാണ്. അവിടെ ഡെസ്പറേഷനാണ്. വൈ ഡോണ്ട് യു സ്പീക്ക് ടു മീ, വൈ ഡോണ്ട് യു സ്പീക്ക് ഫോർ ഗോഡ്സ് സേക്ക്, സ്പീക്ക് ടു മീ, ഐ വിൽ ടേർ മൈ ഹെയർ ഡൗൺ ആൻഡ് വാക്ക് ദ സ്ട്രീറ്റ്സ് എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അങ്ങനെ ആ അവസ്ഥയിലായിരിക്കുമ്പോഴും പറയും സമൃദ്ധമായ ജീവൻ എന്ന് പറയും. എന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്കണം. എനിക്കെല്ലാവരോടും പറയണം, ലിവ് സിഗ്നിഫിക്കൻ്റ്ലി. ആരുടെയും അടിമയായി ജീവിക്കാനല്ല ദൈവം നിങ്ങളെ ഈ പ്രത്യേകതയുള്ള ആളുകളായി സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് നിങ്ങളോട് കാണിക്കുന്ന അപരാധം. നിങ്ങൾ ആരാകുന്നു നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ സാധ്യത എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യമില്ല, ഒരു വിലയില്ല. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടും ജീവനുണ്ടാകിയാൽ മാത്രം പോരാ, സമൃദ്ധമായ ജീവൻ. ലിവ് സിഗ്നിഫിക്കൻ്റ്ലി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി. ബട്ട് ഇഫ് യു വോണ്ട് ടു ആക്ട് സിഗ്നിഫിക്കൻ്റ്ലി യു ഹാവ് ടു തിങ്ക് ഡിഫറെൻ്റ്ലി. ഈ യൂട്യൂബ് സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് എന്ന് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കിതുകൊണ്ട് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. We think differently not because we want to differ from anyone. We think differently because we want to pursue the goal that Jesus has set before us, which is to attain life and life in all its fullness. അതത്ര മോശമായ ലക്ഷ്യമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ദയവായി പരിഗണിക്കുക. നമ്മളായിരിക്കുന്ന അവസ്ഥ നിർജീവമാണ്. സർദീസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അത് നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തുണ്ട് 4-ാം വാക്യം. നിനക്ക് ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീയിങ് എലൈവ് ബട്ട് യു ആർ ഡെഡ്. യു ആർ ഡെഡ്. നീ അവിടെ ഇരിക്കുന്നതും നീ ഇല്ലാത്തതും ഒരുപോലെയാണ്. അങ്ങനെയാണോ നമ്മുടെ അവസ്ഥ? നമ്മളെ അങ്ങനെ ആക്കി തീർത്തത് ആരാണ്? ഏത് പരിശീലനത്തിൽ കൂടെയാണ് നാം ഈ അവസ്ഥയിലെത്തിയത്? ഇതിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമാകണ്ടേ? അതിനുള്ള ഉപാധികൾ നമുക്ക് നൽകിയിട്ടില്ലേ? അത് പ്രയോജനപ്പെടുത്താൻ നാം എന്തുകൊണ്ടാണ് ധൈര്യപ്പെടാത്തത്? പേടിച്ച് വിറച്ചാണ് മനുഷ്യൻ നിൽക്കുന്നത്. അയ്യോ മെത്രാൻ എന്ത് ചിന്തിക്കും, അയ്യോ പുരോഹിതൻ എന്ത് പറയും, പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. സത്യം പറയാൻ പേടിയാണ്. സത്യക്രിസ്ത്യാനിക്ക് സത്യമെന്ന് പറഞ്ഞാൽ അവൻ പേടിച്ച് വേവെള്ളം തൂറ്റും അങ്ങനെയാണ് നിൽപ്പ്. പുതിയ ജീവിയാണെന്ന്, ക്രിസ്തുവിൽ പുതിയ ജീവിയാണെന്ന് പറയുകയും ചെയ്യും. അയ്യോ സങ്കടം. ഈ ഒരു മർമ്മഭേദകമായ അവസ്ഥ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അവകാശം നൽകിയിരിക്കുന്നു. അത് പ്രാപിപ്പാനായി നമുക്കിടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.